ഈ ഭൂപതിവ് ചട്ടഭേദഗതി നടപ്പിലാകുന്നത് മലയോര മേഖലയിൽ സമ്മിശ്ര പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാഹുൽ, എന്തായാലും ഒരുപാട് ആൾക്കാരുടെ കുറേ നാളത്തെ ആവശ്യമാണ് ഇത്തരത്തിൽ ഇത് ക്രമീകരിച്ച് ക്രമപ്പെടുത്തി നൽകണം എന്നുള്ളത്. കാരണം ഒരുപാട് പേരുടെ ഹർജികൾ, ഫയലുകൾ ഇങ്ങനെ റവന്യൂ വകുപ്പിന് മുന്നിൽ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസുകളിലൊക്കെ കെട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. അവർക്കെല്ലാം വലിയ ആശ്വാസമാകുന്നതാണെങ്കിലും ഒരു ചെറിയ വിഭാഗമെങ്കിലും ഇതിനെ എതിർത്തും രംഗത്ത് വന്നിട്ടുണ്ടല്ലോ. എന്താണ് മലയോര മേഖലയിൽ നിന്നും ഇതിനോട് ഉള്ള പ്രതികരണങ്ങൾ? അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? പ്രജിൻ, 1.5 പതിറ്റാണ്ട് നീണ്ട സമര പോരാട്ടങ്ങൾക്കൊടുവിലാണ് ഈ ചട്ടം രൂപീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഭൂപ്രശ്നങ്ങളിൽ നട്ടം തിരിയുന്ന ജനതയായിരുന്നു. ഈ പട്ടയ പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതൽ ആളുകളെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്തിരുന്നത്. ഈ പട്ടയ കൈമാറ്റം കൂടുതൽ എളുപ്പമാകും എന്നുള്ളത് ഈ ചട്ട രൂപീകരണത്തിലൂടെ ആളുകൾക്ക് വലിയ പ്രയോജനം ഉണ്ടാക്കുന്നുണ്ട്. കാരണം നേരത്തെ മക്കളുടെ പഠനത്തിന്, കല്യാണ ആവശ്യത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലും ചികിത്സയ്ക്ക് വേണ്ടി ലോൺ എടുക്കുമ്പോഴൊക്കെ ഈ പട്ടയം പണയപ്പെടുത്തുന്ന ഒരു സാഹചര്യം നടന്നിരുന്നില്ല. ഇനിയിപ്പോൾ അത് മാറും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ആളുകൾ ആശ്വാസത്തോടെ കയറുന്ന ഒരു കാര്യവും. അതുപോലെ തന്നെ ഈ വിനോദസഞ്ചാര മേഖലയ്ക്കുൾപ്പെടെ വലിയ തരത്തിലുള്ള ഗുണകരമാകുന്ന പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി ഉണ്ടാവുകയും ചെയ്യും. കാരണം നേരത്തെ ഈ പട്ടയം കിട്ടിയ സ്ഥലങ്ങളിൽ, അതായത് കൃഷി ആവശ്യത്തിനും വീട് വെക്കുന്നതിന് വേണ്ടിയും കിട്ടിയ പട്ടയ സ്ഥലത്തൊക്കെ ഈ വാണിജ്യ ആവശ്യത്തിന് വേണ്ടിയുള്ള കെട്ടിടങ്ങൾ നിർമ്മിച്ചിരുന്നു. അത്തരം കെട്ടിടങ്ങൾ അനധികൃത നിർമ്മാണമായിട്ടാണ് ഇതുവരെ കണക്കാക്കിയിരുന്നത്. ചട്ടരൂപീകരണത്തിലൂടെ അത് അനധികൃതമല്ലാതാകുന്നു, അത് സാധൂകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിലുള്ള ചില ആനുകൂല്യങ്ങൾ കാര്യമായി തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഇതിനെ കൂടുതൽ ആളുകളെ സ്വാഗതം ചെയ്യാൻ കാരണം. അതിനപ്പുറത്തേക്ക് ചില പ്രശ്നങ്ങൾ കൂടി ചില ആളുകൾ എടുത്തു കാണിക്കുന്നുണ്ട്. കാരണം ഈ പട്ടയ ഭൂമിയിൽ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന പാറമടകൾക്ക് ഇനി നിശ്ചിത തുക, അതിന്റെ റെഗുലറൈസേഷൻ ഫീസ് നൽകി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രവർത്തിക്കാൻ അനുമതി ലഭിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ പ്രകൃതിക്ക് ദോഷം ചെയ്യുന്ന പല വിധത്തിലുള്ള ഖനന പ്രവർത്തനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയമാണ് പ്രധാനമായും എടുത്തു പറയുന്നത്. മാത്രമല്ല ഈ വൻകിട റിസോർട്ടുകളൊക്കെ ഈ റെഗുലറൈസേഷൻ ഫീസ് നൽകി അത് ക്രമവൽക്കരിക്കപ്പെടുകയാണ് എങ്കിൽ അത് ഈ ഭൂമാഫിയയെ സഹായിക്കുന്നതിനും അതുപോലെ തന്നെ ഈ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിനും ഉൾപ്പെടെ ഉപകാരപ്പെടും അല്ലെങ്കിൽ അത്തരത്തിൽ ഉപയോഗിക്കപ്പെടും എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന ആരോപണം. ഇതൊക്കെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഏതു വിധത്തിൽ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും 1.5 പതിറ്റാണ്ട് നീണ്ട ഇടുക്കിയിലെ ജനങ്ങളുടെ, മലയോര ജനതയുടെ സമര പോരാട്ടങ്ങൾക്ക് ഏറെക്കുറെ ഒരു പരിഹാരമായി എന്നുള്ളൊരു വസ്തുതയാണ്. ഇനി 964 നിയമപ്രകാരം, ചട്ടപ്രകാരം പട്ടയങ്ങൾ വിതരണം ചെയ്യരുതെന്ന് ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശം നിലനിൽക്കുകയാണ്. നിലവിൽ ഈ പുതിയ ചട്ടം രൂപീകരിക്കുന്നതോടുകൂടി നിലവിൽ പുതിയ ആളുകൾക്കും പട്ടയം കിട്ടാനുള്ള ഒരു സാധ്യത അത് തെളിയുകയാണ്. അത് വലിയ തരത്തിൽ ആശ്വാസമാകുന്ന മറ്റൊരു കാര്യം കൂടിയാണ്. എന്നിരുന്നാലും ഒരു സമ്മിശ്ര പ്രതികരണം ഈ ചട്ട രൂപീകരണത്തിന്റെ ഈ പ്രഖ്യാപനം വന്നപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യെസ്, രാഹുൽ വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ഒരു വലിയ വിഭാഗം ആൾക്കാർക്ക് അത് വലിയ ആശ്വാസമാണ്. നിലവിൽ ഈ പട്ടയം കൈമാറ്റവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള എല്ലാ നൂലാമാലകളും അല്ലെങ്കിൽ ചുവപ്പ് നാടുകളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സ്ഥിതി മാറാൻ പോകുന്നു എന്നാണ് അവർക്ക് ആശ്വാസമായി തീരുന്നത്. ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.